തരുന്ന ശോധന വേദനകൾ നന്മയിന്ന് നീ തരുന്ന ശോധന വേദനകൾ നന്മയിന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാളുകൾ കഴിഞ്ഞിടുമ്പോ നാദാ ഞാൻ അറിഞ്ഞിടുമേ ഇന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ ഇന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ മക്കളില്ലാത്തവനാണ് എന്ന് അബ്രഹാം ദൈവത്തോട് പറയുന്ന ആ ഒരു വാക്ക് ദീർഘവർഷങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ തൻ്റെ നാവിൽ നിന്ന് സങ്കടമാകാം, പരാതിയാകാം, പരിഭവമാകാം പുറത്തേക്ക് വരികയാണ്. എന്നാൽ ദൈവം ഏറ്റവും ഉത്തമമായതിനെ അബ്രഹാമിന് നൽകി, ഏറ്റവും ഉത്തമമായതിനെ ഹന്നയ്ക്ക് നൽകി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി. ഒരു വേദഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യഹൂദ്യ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്രിയ എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. 7-ാം വാക്യം. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് എന്നവരും ആയിരുന്നു. 5 മുതൽ 7 വരെയുള്ള ഈ വാക്യങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം ചുരുക്കി ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സെക്കരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ വളരെ നീതിയോടെ, ഭക്തിയോടെ, നിർമ്മലതയോടെ ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായങ്ങളും കൃത്യമായി അനുസരിച്ച് ഒരു കുറ്റവുമില്ലാത്തവരായി നന്നായി ജീവിച്ച ഒരു കുടുംബം. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് മക്കളില്ലായിരുന്നു. എലിസബത്ത് മച്ചിയായിരുന്നു. വളരെ പ്രായം ചെന്നിരിക്കുകയാണ്. പക്ഷെ ദൈവം അവർക്ക് മക്കളെ നൽകിയിട്ടില്ല ഇതുവരെ. ഭക്തിയുടെ കുറവ് കൊണ്ടാണോ മക്കളില്ലാതെ പോയത്? അങ്ങനെയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർ വളരെ ഭക്തരായിരുന്നു എന്നാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കാതിരുന്നത് കൊണ്ടാണോ മക്കളില്ലാതെ പോയത്? ഇവരെക്കുറിച്ച് വായിക്കുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുന്നവരായിരുന്നു. നോക്കണേ. ഇനി അവരുടെ തൊഴിലെന്തായിരുന്നു? അവരുടെ തൊഴിലിനെ സംബന്ധിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ. ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് സെക്കരിയാവ്. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഭക്തിയുള്ള ഒരു സ്ത്രീയാണ് എലിസബത്ത്.
അപ്പോൾ അവരുടെ ജോലി ദൈവസന്നിധിയിലാണ്. അവർ വളരെ ഭക്തരായിട്ടുള്ളവരാണ്. നീതിയോടെ ന്യായത്തോടെ ദൈവകൽപ്പനകളെ അനുസരിച്ച് കുറ്റമില്ലാത്തവരായി ജീവിച്ച ആളുകളാണ്. പക്ഷെ എങ്കിലും അവർക്ക് മക്കളില്ലായി. മക്കളില്ലാത്ത ചില ആളുകളെയൊക്കെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്നത് കാണാം. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ മക്കളില്ലാതെ പോയത്. അവർ ശരിയല്ലെന്നേ. അവരുടെ പലതും അഭിനയങ്ങളാണ്. ഭക്തി അവരുടെ അഭിനയമാണ്. ദൈവം എങ്ങനെ മക്കളെ കൊടുക്കാനാ? ഇതുവരെയും അവർ നന്നായിട്ടില്ല, ഗുണം പിടിച്ചിട്ടില്ല. ശരിയായിട്ടുള്ള ഭക്തിയൊന്നുമല്ല, കള്ളത്തരമാണ്. അതുകൊണ്ടാണ് മക്കളില്ലാതെ പോയത്. പലവിധമായ കുത്തുവാക്കുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ആളുകളെ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു അപകടം വന്നു, ഒരു രോഗം വന്നു, മാറി നിന്ന ആളുകൾ പറയുക അത് അവന് വരേണ്ടത് തന്നെയായിരുന്നു. കാരണം പുള്ളി അത്ര ശരിയല്ലെന്നേ. ആ സഹോദരൻ, ആ സഹോദരി അത്ര ശരിയല്ല. ഈ പറയുന്ന ആൾ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളി കർത്താവാണെന്ന് തോന്നും. ചിലപ്പോൾ ഭയങ്കര ശരിയായിട്ട് മുഴുവനായിട്ടും ശരിയായിട്ടുള്ള ഒരാളാണ് നിന്ന് ഈ പറയുന്നത്. പലപ്പോഴും ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. മറ്റുള്ളവനെ വിധിക്കുന്ന ഈ വിധി കർത്താവ് തന്നെ തന്നെ ഇന്നുവരെയും വിധിച്ചിട്ടില്ല. ഈ മനുഷ്യനെ ആയിരങ്ങളാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരനെ, സഹോദരിയെ മറ്റു പലരും വിധിച്ചുകൊണ്ടിരിക്കുക. അത് ഇദ്ദേഹം അറിയുന്നില്ല. എന്നിട്ടും വേറൊരാളെ ചൂണ്ടുകയാണ്. പ്രിയമുള്ളവരെ, എത്ര സങ്കടകരമായ സാഹചര്യങ്ങൾ, എത്രയോ വേദനാജനകമായ കാര്യമാണ്. മക്കളില്ലാത്തവരെ നാം ആക്ഷേപിക്കാൻ, മക്കളെ കൊടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഈ ആക്ഷേപിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമോ? ഒരു ജീവനെ നിർമ്മിക്കാൻ പറ്റുമോ? നമുക്ക് മക്കളെ ദൈവം തന്നത് നമ്മുടെ മിടുക്കോ കഴിവുകൊണ്ടാണോ? അയ്യോ, ദൈവം ദാനം ചെയ്തു എന്നുള്ളതല്ലാതെ വേറെന്ത് പറയാനാണ്? 1, 2, 3, 4, 5, 10 എത്രയാ മക്കളെ ദൈവം തന്നെങ്കിൽ ദൈവം ദാനം ചെയ്തു. നാം മറ്റുള്ളവരെ ആക്ഷേപിക്കാനായിട്ട് പാടില്ല, മുറിപ്പെടുത്താനായിട്ട് പാടില്ല. പ്രിയമുള്ളവരിവിടെ ഈ പ്രിയപ്പെട്ടവർക്ക് മക്കളില്ലായിരുന്നു. വളരെ ഭക്തിയോടെ ജീവിച്ച ആളുകളാണ്. ഭക്തിയുടെ കുറവ് കൊണ്ടല്ല പലർക്കും മക്കളില്ലാതെ പോകുന്നത്. ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ടോ ദൈവസന്നിധിയിൽ നേരോടെ നടക്കാത്തത് കൊണ്ടോ അല്ല. നമ്മളെക്കാൾ ഭക്തര പലരും. ചില ആളുകൾക്ക് രോഗം വരുന്നത് വലിയ ഭക്തരായിട്ടാണ്. പക്ഷേ എങ്കിലും രോഗം വന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആർക്ക് രോഗം കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സഹിക്കാൻ കഴിയുന്നവർക്ക് ആ ദൈവം അത് കൊടുക്കുന്നത്. എനിക്ക് തന്നില്ല, കാരണം എനിക്കത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്ക് ക്യാൻസർ വന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായില്ല. പ്രിയ സഹോദര, താങ്കൾക്ക് ഇത് ആക്സിഡൻറ്റോ ക്യാൻസറോ മറ്റു രോഗങ്ങളോ വന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് തന്നാൽ താങ്കൾ നിരന്തരം ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നില്ല, അത്രേ ഉള്ളൂ. അത് സഹിക്കാൻ കഴിയുന്നവർക്കാണ് ദൈവം അത് നൽകുന്നത്. ഇവിടെ ഭക്തിയുടെ കുറവ് കൊണ്ടല്ല, ജീവിതത്തിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല. ചില കാര്യങ്ങളിൽ ദൈവം വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാവൂ? ഏറ്റവും ഉത്തമമായത് നൽകേണ്ടത്. ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് കൊടുത്തുള്ളൂ. പ്രിയമുള്ളവരെ, അവിടെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷമായിട്ട് ദൈവദാസനോട് പറയുകയാണ്, സക്രിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
വയസ്സായിട്ടും പ്രാർത്ഥന വിട്ടില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈ ഭക്തരായ കുടുംബം. ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് 10 മക്കളുണ്ട്, പക്ഷേ അപ്പനും അമ്മയ്ക്കും ഒരു സന്തോഷമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ല. ദൈവം ഈ സക്രിയാവിന് എലിസബത്തിന് ഒരെണ്ണത്തിനേ കൊടുത്തുള്ളൂ. പക്ഷേ പ്രിയമുള്ളവർ, ആ മകനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവന് നിനക്ക് സന്തോഷമുണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. അടുത്ത വാക്യം നോക്കണം. ദൈവത്തിന് പ്രയോജനം, കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള മക്കളെ, മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന, സമൂഹത്തിന് സന്തോഷം നൽകുന്ന, ദൈവത്തിന് പ്രയോജനമുള്ള മക്കൾ. സ്നാപയോഹന്നാൻ അങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരാളായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമാന്യ ശ്രോതാവേ, താങ്കൾക്ക് മക്കളില്ലായിരിക്കാം, നിരാശപ്പെടേണ്ട. ദൈവം ഒരുപക്ഷെ താങ്കൾക്ക് വേണ്ടി വലിയതൊന്ന് കരുതുന്നുണ്ട്, ഏറ്റവും ഉത്തമമായി. സ്നേഹിത, താങ്കൾക്ക് 1, 2, 3 അധികമോ കുഞ്ഞുങ്ങൾ കാണും. ആ കുഞ്ഞു മുഖാന്തരം താങ്കളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടോ? താങ്കൾ പാർക്കുന്ന സമൂഹത്തിനൊരു സന്തോഷം ആ മക്കൾ മുഖാന്തരം ഉണ്ടാകുന്നുണ്ടോ? ദൈവത്തിന് അവർ പ്രയോജനമുള്ളവരാണോ? ഇല്ലെങ്കിൽ ഈ മക്കളെ കൊണ്ട് എന്താണ് നമുക്ക് ദൈവം മക്കളെ തന്നുകൊണ്ട് എന്ത് കാര്യമുണ്ടായി, എന്ത് നേട്ടമുണ്ടായി, ദൈവത്തിന് എന്ത് മഹത്വമുണ്ടായി? തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം തന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, നീ തന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണമേ, ദൈവവേലയ്ക്ക് പ്രയോജനമുള്ളവരാകണമേ, സമൂഹത്തിനും ഞങ്ങൾക്കും ദൈവത്തിനും പ്രയോജനമുള്ളവരായി നീ അവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ പഴി പറയുകയല്ല, ദൈവം തന്ന ആ നന്മയിൽ സന്തോഷിക്കുകയും പ്രയോജനമുള്ളവരായി ഇവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വരുന്ന നാളുകളിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.